Hello students, in this part we are going to discuss second module forging process. ഇതുവരെ കാസ്റ്റിംഗ് ഒന്നാമത്തെ മൊഡ്യൂളിൽ കാസ്റ്റിംഗ് ആയിരുന്നു പഠിച്ചത്. കാസ്റ്റിംഗ് പ്രോസസ്സ്, കാസ്റ്റിംഗ് അല്ലേ? അങ്ങനെ ആ കാസ്റ്റിങ്ങിൻ്റെ വിവിധ ഡിഫക്റ്റുകൾ വിവിധ തരത്തിലുള്ള കാസ്റ്റിങ്ങുകൾ പഠിച്ചു. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മൗൾഡ് ഉണ്ടാക്കിയിട്ട് ആ ഒരു അച്ചുണ്ടാക്കുക, അച്ചിലോട്ട് ഉരുക്കിയ മെറ്റൽ ഒഴിച്ചു കൊടുക്കുക ആയിരുന്നല്ലോ, എന്നിട്ട് വേണ്ട പാർട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിവിധ ടൈപ്പുകൾ പഠിച്ചു, അതുപോലെ കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റുകളൊക്കെ പഠിച്ചു. ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫോർജിങ് പ്രോസസ്സാണ്. ഫോർജിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ കൊല്ലൻ്റെ ആല, സ്മിത്തി വർക്ക്, സ്മിത്താണിത്. ഫോർജിങ് ചൂടാക്കിയിട്ട് മെറ്റൽ പാർട്ടിനെ ചൂടാക്കിയിട്ട് ഒരു ഫോഴ്സ്, പ്രഷറോ എന്തെങ്കിലും കൊടുത്തിട്ട് വേറെ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ മൊഡ്യൂളിൽ പഠിച്ചത് കാസ്റ്റിംഗ് ആണ്. അതിലെന്താ ചെയ്യണേ? ഒരു അച്ചുണ്ടാക്കിയിട്ട് ആ അച്ചിലോട്ട് നമ്മൾ ചൂടുള്ള മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതാണ് കാസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. എന്നാൽ ഫോർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാസ്റ്റിങ്ങിൽ മെറ്റലിനെ നമ്മൾ ചൂടാക്കിയിട്ട് അതേപോലെ വെള്ളം പോലെ ലിക്വിഡ് രൂപത്തിലോട്ട് അതിനെ മാറ്റുന്നുണ്ട്. എന്നാൽ ഫോർജിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് പറയുന്നത് ഫോർജിങ്ങിൽ ഇവിടെ കണ്ടോ ഒരു മെറ്റല്, ആ മെറ്റലിനെ ചൂടാക്കുന്നു, മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഇതുപോലെ ലിക്വിഡ് രൂപത്തിലോട്ട് മാറ്റുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് ലിക്വിഡാണ് കേട്ടോ. ലിക്വിഡ് രൂപത്തിലോട്ട് അതിനെ മാറ്റിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് രൂപത്തിലോട്ട് മാറ്റിയിട്ട് ഈ അച്ചിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഫോർജിങ്ങിൽ ഈ മെറ്റലിനെ ഒരിക്കലും ലിക്വിഡ് രൂപത്തിലോട്ട് മാറ്റുന്നില്ല, പകരം ജസ്റ്റ് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കുന്നു. ചൂടാക്കിയിട്ട് ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലോട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഫോഴ്സ് അടിച്ച് വേണ്ട ഷേപ്പിലോട്ട് മാറ്റിയെടുക്കും. അപ്പോൾ ആ ഷേപ്പിലോട്ട് മാറ്റാൻ വേണ്ടി അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ആ ഷേപ്പിൽ വെച്ചിട്ടാണ് അതിൽ ഹാമറിൽ വെച്ചിട്ട് അടിച്ച് വരുത്തുക. ഇപ്പം നമ്മൾ വീട്ടിൽ അതുപോലെ പിക്കാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഫോർജിങ് എന്ന പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാമറല്ല, ഈ ഹാമറിന് പകരം മോഡേൺ ടൈപ്പിൽ പ്രസ്സുകളും, പവർ പ്രസ്സുകൾ, ഇലക്ട്രിക് പ്രസ്, അല്ലെങ്കിൽ ന്യൂമാറ്റിക്കോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ആയിട്ടുള്ള പ്രസ്സുകൾ, ഹാമറൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ മെറ്റലിനെ അടിച്ചു വരുത്തുക. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും എന്തെന്ന് പറയുന്നത്, കാസ്റ്റിങ്ങും ഫോർജിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫോർജിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാസ്റ്റിങ്ങിൽ മെറ്റലിനെ നമ്മൾ മെൽറ്റിംഗ് പോയിൻറ്റിലോട്ട് എത്തിക്കും, ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉരുകുന്ന അവസ്ഥയിലെത്തിക്കും. അതേസമയം ഇതൊരിക്കലും മെൽറ്റിംഗ് പോയിൻറ്റിലോട്ട് എത്തുന്നില്ല. മെൽറ്റിംഗ് പോയിൻറ്റിലോട്ട് എത്തുമ്പോൾ അത് ഉരുകാൻ തുടങ്ങും. പക്ഷെ ഇത് മെൽറ്റിംഗ് പോയിൻറ്റിലോട്ട് മെറ്റലിനെ എത്തിക്കുന്നില്ല, അതിൻ്റെ മുന്നേ തന്നെ
ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോട്ട് ചൂടാക്കിയതിൻ്റെ ശേഷമാണ് ഇവിടെ വർക്കിംഗ് നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു രൂപത്തിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഫോർജിങ് ഈ ഒരു രൂപത്തിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. ഇനി വേറൊരു രൂപം കൂടി ഉണ്ട്, മെഷീനിങ്. ഉണ്ടല്ലേ മെഷീനിങ്. മെഷീനിങ് എന്ന് പറഞ്ഞത് ഈ മെറ്റലിനെ ഇതുപോലെ ചെത്തിയെടുക്കുക. മെറ്റലിനെ ഇവിടെ ഒരു ടൂള് കാണാൻ പറ്റും, ഇതാണ് ടൂള്. ഇവിടെ ഒരു കട്ടിംഗ് ടൂൾ കണ്ടോ, ആ കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് മെറ്റലിനെ ചെത്തിയെടുക്കുക. ഇവിടെ ഇതാണ് വർക്ക് പീസ് ഇവിടെ കാണിച്ചിട്ടുള്ള ഇതാണ് വർക്ക് പീസ്. ആ റൗണ്ട് ഷേപ്പിലുള്ള കണ്ടില്ലേ, അതൊരു മൈൽഡ് സ്റ്റീലാണ്. ആ സ്റ്റീലിൻ്റെ വർക്ക് പീസാണ്. ഒരു ഇതേപോലെ റോഡാണ് കേട്ടോ. ഇതേപോലെ ഒരു സിലിണ്ട്രിക്കൽ റോഡാണത്. ആ സിലിണ്ട്രിക്കൽ റോഡിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് എന്ത് വേണം, അതിൻ്റെ ഡയമീറ്റർ ചെറുതാക്കി കൊണ്ടുവരണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ഈ വർക്ക് പീസിനെ കറക്കും. വർക്ക് പീസിനെ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. എന്നിട്ട് പതുക്കെ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട്, ഇതുണ്ട് കട്ടിങ് ടൂൾ, നേരത്തെ പറഞ്ഞ ആ കട്ടിങ് ടൂൾ എല്ലാം പതുക്കെ ആ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് പീസിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള മെറ്റലൊക്കെ ഇങ്ങനെ ചെത്തിപ്പോവും, ചിപ്പായിട്ട് മാറും. ആ ചിപ്പായിട്ട് മാറിയതാണ് ഇവിടെയൊക്കെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ ചിപ്പ്, മെറ്റൽ ചിപ്പുകളാണ്, അതിൽ നിന്ന് ഇങ്ങനെ ചെത്തിയെടുത്താണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്സുകൾ ഉണ്ടാക്കിയെടുക്കാം. കാസ്റ്റിങ്ങിലൂടെ ചെയ്യാം, ഫോർജിങ്ങിലൂടെ ചെയ്യാം, മെഷീനിങ്ങിലൂടെ നമുക്ക് പാർട്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ, സെക്കൻഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഫോർജിങ്ങിനെ കുറിച്ചിട്ടാണ്. സോ ഫോർജിങ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെറ്റീരിയൽ ഈസ് ഷേപ്പ്ഡ് ബൈ ദ അപ്ലിക്കേഷൻ ഓഫ് ലോക്കലൈസ്ഡ് കംപ്രസീവ് ഫോഴ്സസ് എക്സേർട്ടഡ് മാനുവലി ഓർ വിത്ത് പവർ ഹാമേഴ്സ്, പ്രസ്സസ് ഓർ സ്പെഷ്യൽ ഫോർജിങ് മെഷീൻ. ഒരു മെറ്റലിനെ ഹീറ്റ് ചെയ്തിട്ട് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ചെയ്തിട്ട് മാനുവലായിട്ടോ അല്ലെങ്കിൽ പവർ ഹാമറോ ഒക്കെ ഉപയോഗിച്ചിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് മെറ്റലിനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോർജിങ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഇനി കമ്പാരിസൺ ഓഫ് കാസ്റ്റിംഗ്, മെഷീനിങ്, ഫോർജിങ്. അതിപ്പോൾ നമ്മൾ 3 മെത്തേഡ് പഠിച്ചല്ലോ. ആ 3 മെത്തേഡിലൂടെയും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ, ആ ഒരു വർക്കിംഗ് മെറ്റലിനുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 3 രീതിയിൽ ഒരു സ്പാനർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 3 രീതിയിൽ സ്പാനർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പാനർ വേണം. സ്പാനർ എന്തിനാണെന്ന് അറിയാലോ. അപ്പോൾ ആ സ്പാനർ സ്റ്റീലാണ്. അപ്പോൾ ആ സ്റ്റീൽ കൊണ്ട് 3 സ്പാനർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ ഇത് കാസ്റ്റിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. ഇത് കാസ്റ്റിംഗ് ഒന്നാമത് പറഞ്ഞിട്ടുണ്ട്. ഇത് കാസ്റ്റിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ, അച്ച് ഉപയോഗിച്ചിട്ട് ആ ഒരു ഷേപ്പ് മെറ്റൽ ഉരുക്കി വെച്ച് ഉണ്ടാക്കിയെടുത്തു. ഇത് ഏതാണ്, മെഷീനിങ് ആണ്. മെഷീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, മെറ്റലിനെ ചെത്തിയെടുക്കുക, എവിടെയും ചൂടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചൂടാക്കുന്നൊന്നുമില്ല, അടിച്ചു പരത്തൊന്നുമില്ല. ജസ്റ്റ് മെറ്റലിനെ
ചെത്തിയെടുക്കുക. പിന്നെ അടുത്ത ടൈപ്പ് എന്താ പറയുക, അടുത്ത ടൈപ്പ് ഫോർജിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അടിച്ച് പരത്തുന്ന ടൈപ്പ് ഫോർജിങ്. ഇതാണ് മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് കാസ്റ്റിംഗ്, ഇത് മെഷീനിങ്, പിന്നെ ഇത് ഫോർജിങ്. ഇങ്ങനെ 3 മെത്തേഡിലൂടെ ഉണ്ട് ഈ 3 സ്പാനർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മെറ്റലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെറ്റലിൻ്റെ ഉള്ളിലെ ഗ്രെയിനുകൾ എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ, അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ഒക്കെ മോളിക്യൂൾസ് ഒക്കെ ചേർന്നിട്ടാണല്ലോ അതിനുള്ള ഈ ഘടന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഘടന എങ്ങനെയായിരിക്കും, അതിൻ്റെ ഗ്രെയിനുകൾ ഘടന എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കാസ്റ്റിങ്ങിലൂടെ ഉള്ളതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്പാനർ നോക്കാം. ആ സ്പാനറിൽ അതിൻ്റെ ഉള്ളിലുള്ള ഗ്രെയിനുകളൊക്കെ അവിടെയും ഇവിടെയും ഉണ്ടാകും. അങ്ങനെ ഓരോ ഡോട്ടുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഓർഡർ ഇല്ലാത്ത രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ഗ്രെയിന് തോന്നിയ പോലെ ഓരോ ഭാഗത്ത് അതിങ്ങനെ പോയി നിൽക്കും അതിന് സൗകര്യമുള്ള സ്ഥലത്ത്. അപ്പോൾ അതിനൊരു സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ലോ സ്ട്രെങ്ത്ത് ആയിരിക്കും ഇതിന്. ലോ സ്ട്രെങ്ത്ത്, ഇതിന് സ്ട്രെങ്ത്ത് കുറവായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി മെഷീനിങ് ചെയ്തെടുത്താണെങ്കിൽ ഒക്കെ നല്ല അറേഞ്ച്ഡ് ആയിരിക്കും. കണ്ടില്ലേ, ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും ഒന്നും കൂടി സ്ട്രെങ്ത്ത് കൂടിയതാണിത്. കാസ്റ്റിങ്ങിനേക്കാളും മെഷീനിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ സ്പാനറിൻ്റെ സ്ട്രെങ്ത്ത് ഒന്ന് കൂടുതലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്പാനർ ഉണ്ടല്ലോ, ഈ സ്പാനറിൻ്റെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ കർവ് ഷേപ്പിലുള്ളത്, അതേപോലെ തന്നെ ഇവിടെയൊക്കെ കർവ് ഷേപ്പാണുള്ളത് അല്ലേ. അപ്പം കർവ് ഷേപ്പ് ഉള്ളിടത്തും അതേപോലെ ഇനി ഇവിടെ സ്ട്രെയിറ്റാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇങ്ങനെ സ്ട്രെയിറ്റ് ഉള്ളിടത്തൊക്കെ ഏതായിരുന്നാലും ഇവിടുത്തെ ഗ്രെയിനുകൾ ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. കർവുള്ളിടത്തായാലും കർവില്ലാത്തടത്തായാലും ഒക്കെ ഗ്രെയിനുകൾ ഇതേപോലെയാണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ കർവുള്ള സ്ഥലത്ത് ശരിക്കും കർവ് രൂപത്തിൽ തന്നെ വരണം. അതുപോലെ സ്ട്രെയിറ്റ് രൂപത്തിലുള്ളിടത്ത് സ്ട്രെയിറ്റ് രൂപത്തിൽ തന്നെ ഗ്രെയിനുകൾ വരണം, എങ്കിലേ ആ മെറ്റീരിയൽ കൂടുതൽ സ്ട്രെങ്ത് ആവുള്ളൂ. അപ്പോൾ ആ ഫോർജിങ്ങിന് നമുക്ക് നോക്കാം. ഫോർജിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പാനറാണെങ്കിൽ, ഇത് ഫോർജിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പാനറാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതിൻ്റെ ഗ്രെയിനുകൾ കണ്ടില്ലേ, ഇവിടെ സ്ട്രെയിറ്റ് ആണല്ലേ. ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഗ്രെയിനുകളൊക്കെ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും. ഇനി വേറൊരു ഭാഗം നോക്കാം. ഇവിടെ കർവാണ് അല്ലേ, ഇവിടെ കർവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ, ഇവിടെയൊക്കെ കർവാണ്. ഇപ്പോൾ കർവ് രൂപത്തിലാണ് അവിടെയുള്ള ഗ്രൈനുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഫോർജിങ് ആണ് ഒന്നുകൂടി എല്ലാത്തിനേക്കാളും ബെറ്ററായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്, കമ്പാരിസൺ ഓഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ്. ഫോർജിങ് ഒന്നാമത്തെ കോളം നോക്കാം. ഈ കോളത്തിൽ ഫോർജിങ്ങും ഈ കോളത്തിൽ കാസ്റ്റിങ്ങുമാണ്.
അപ്പോൾ ഫോർജിങ് റിഫൈൻസ് ദ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ദ കാസ്റ്റഡ് ഇൻഗോട്ട്സ്. ഇപ്പോൾ പറഞ്ഞത് ഫോർജിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ചെയ്തിട്ടുണ്ട്. റിഫൈൻ ചെയ്ത രൂപത്തിലുള്ള ഗ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ഉള്ളിടത്ത് സ്ട്രൈറ്റ് എങ്ങനെയാണ് ഷേപ്പുള്ളത് ആ ഒരു രൂപത്തിൽ ഗ്രെയിനുകൾ ഉണ്ടായി വരും. അതേസമയം കാസ്റ്റിംഗ് ആണെങ്കിലോ, കാസ്റ്റിങ്ങിലും നെയ്തർ ഗ്രെയിൻ ഫ്ലോ നോർ ഡയറക്ഷൻ സ്ട്രെങ്ത്. അപ്പോൾ അതുകൊണ്ട് ഡയറക്ഷനിൽ ആയിട്ടുള്ള ഒരു രൂപത്തിലല്ല അത് വരുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഏതാണ് ഷേപ്പ് ആ രൂപത്തിലല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തത് ഫോർജിങ് കമ്പോണൻസ് റെസ്പോൺസ് ബെറ്റർ ടു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത മെറ്റലിന് വീണ്ടും ഹീറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില ഫർണസിൽ വെച്ച് ചൂടാക്കണം, എന്നിട്ട് വീണ്ടും ഒരു നിശ്ചിത ടെമ്പറേച്ചറിലോട്ട് തണുപ്പിക്കണം, അതിന് ശേഷം വീണ്ടും ചൂടാക്കേണ്ടി വരും. അങ്ങനെ ചില ഒരു ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആകുന്നത്. സോ ഫോർജ് ചെയ്തെടുത്ത പാർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് വളരെ അനുയോജ്യമായിരിക്കും. അതേസമയം കാസ്റ്റ് ചെയ്തെടുത്താണെന്നുണ്ടെങ്കിലോ അതിൻ്റെ നോൺ യൂണിഫോം റെസ്പോൺസാണ്. എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഉണ്ട്, പക്ഷേ അത്ര നല്ലതല്ല എന്നർത്ഥം. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, ഫോർജ്ഡ് കമ്പോണൻസ് ഹാസ് ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ്ങസ്റ്റ് എമംഗ് ഓൾ ദ. സോ കാസ്റ്റഡ് എന്താ പറയുക, ഫോർജ്ഡ് കമ്പോണൻസ് ഹാസ് ബെറ്റർ സ്ട്രെങ്ത് ആൻഡ് സ്ട്രോങ്ങസ്റ്റ്. ഈ മൂന്ന് പ്രോസസ്സുകൾ നമ്മൾ പറഞ്ഞത് അതിലൊക്കെ ബെറ്ററും സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടാണ് ഫോർജിങ്ങിനോട് ഉണ്ടാക്കിയെടുത്തതിനുണ്ടായിരിക്കുക. അതേസമയം കാസ്റ്റഡ് കമ്പോണൻസ് ആർ വീക്കായിരിക്കും. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞൊരു സ്ട്രെങ്ത് ഉണ്ട്, അത് വീക്കായിരിക്കും. പിന്നെ നാലാമത്തെ പോയിൻ്റ്, ഫോർജ്ഡ് പാർട്സ് ആർ റിലയബിൾ ആൻഡ് ലെസ് കോസ്റ്റ്ലി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ കോസ്റ്റും കുറവായിരിക്കും. പിന്നെ നാലാമത്തെ ഇതിൽ 4 നോക്കുകയാണെങ്കിൽ കാസ്റ്റഡ് പാർട്സ് ആർ കോസ്റ്റ്ലി. കാസ്റ്റിങ് ഇതിനേക്കാളും കുറച്ചും കൂടി കോസ്റ്റ് കൂടുതലായിരിക്കും, കാരണം ഈ മെറ്റലൊക്കെ ഉരുക്കിയെടുക്കണം. പിന്നെ ഫോർജ്ഡ് കമ്പോണൻസ്, ആറാമത്തെ പോയിൻ്റ് ദ പ്രോസസ് അഞ്ചാമത്തെ പോയിൻ്റ്, ഫോർജ്ഡ് കമ്പോണൻസ്. സോ ഫോർജ്ഡ് കമ്പോണൻസ് ആർ യൂഷ്വലി ഫ്രീ ഫ്രം പോറോസിറ്റി ആൻഡ് ഡൈ ഹോൾ. നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ ഇതൊക്കെ പറഞ്ഞില്ലേ, കാസ്റ്റിങ്ങിൻ്റെ ഡിഫക്റ്റുകളൊക്കെ പറഞ്ഞതിൽ പോറോസിറ്റി, ഹോളുകളൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടല്ലേ, എയർ കുടുങ്ങുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഈ ഫോർജിങ്ങിൽ ഉണ്ടാവില്ല. അതേസമയം കാസ്റ്റിങ്ങിൽ ആ ഒരു വിഷയങ്ങളുണ്ടാവും. കാസ്റ്റഡ് പാർട്സ് ആർ ഓൾവേസ് സഫർ പോറോസിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം കാസ്റ്റിങ്ങിലുണ്ടാവും. ഓക്കെ. പിന്നെ ആറാമത്തത്, ദ പ്രോസസ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് ആൻഡ് ബെസ്റ്റ് സൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ ഓഫ് സ്മാൾ ആൻഡ് മീഡിയം സൈസ് കമ്പോണൻറ്റ്. ഓക്കെ. അത് പെട്ടെന്ന് നമുക്ക് സ്മാളും അത് വളരെ ചെറിയതും അതുപോലെ തന്നെ മീഡിയം സൈസായിട്ടുള്ള ചില പാർട്ടുകളുണ്ട്. ആ പാർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ് പ്രൊഡക്ഷൻ ആക്കി മാറ്റാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടുകൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് അത് ഒരു ഓട്ടോമേഷൻ ആക്കാൻ പറ്റും. അതുപോലെ കാസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലോ സെമി ഓട്ടോമാറ്റിക് ആണ്. അതുപോലെ ഹെവി പാർട്ടുകൾക്കാണ് അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വളരെ വലിയ സൈസ് കൂടിയിട്ടുള്ള പാർട്ടുകളൊന്നും ചിലപ്പം ഫോർജിങ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കാസ്റ്റിംഗ് ആണ്. പിന്നെ ദ പ്രൊഡക്ഷൻ റേറ്റ് ഈസ് ഹയർ ആസ് മെഷീൻ യൂട്ടിലൈസേഷൻ ഈസ് മോർ. പ്രൊഡക്ഷൻ റേറ്റ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടുതലാണ്. ഓരോ മാസാക്കാൻ പറ്റുമല്ലോ, മാസ് പ്രൊഡക്ഷൻ ആക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ മണിക്കൂറിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ കാസ്റ്റിങ്ങിൽ പ്രൊഡക്ഷൻ റേറ്റ് കുറവാണ്, എണ്ണം കുറവായിരിക്കും, പ്രൊഡക്റ്റുകളുടെ എണ്ണം കുറവായിരിക്കും. ഇനി
ഫോർജിങ് പ്രോസസ്സ് വിവിധ തരത്തിലുണ്ട് അല്ലേ. ഒന്ന് ഓപ്പൺ ഡൈ ഫോർജിങ്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, പ്രസ് ഫോർജിങ്, അപ്സെറ്റ് ഫോർജിങ്, റോൾ ഫോർജിങ്, ഇങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ മെറ്റലിനെ അടിച്ച് പരത്തുമെന്ന് പറഞ്ഞല്ലോ, അത് വിവിധ 4 തരത്തിലാണ് അതുള്ളത്. ഓപ്പൺ ഡൈ ഫോർജിങ്, ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, പ്രസ് ഫോർജിങ്, അപ്സെറ്റ് ഫോർജിങ്, റോൾ ഫോർജിങ്. അത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓപ്പൺ ഡൈ ഫോർജിങ്. ഓപ്പൺ ഡൈ ഫോർജിങ്ങിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ള ഇതാണ് ചൂടാക്കിയിട്ടുള്ള മെറ്റലാണ്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളത്. ആ മെറ്റൽ 2 ഡൈകൾക്കിടയിൽ വെച്ചു. ഡൈ എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതൊരു ഡൈ ആണ്, ഇതൊരു ഡൈ ആണ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വിചാരിക്കുക, 2 പ്ലേറ്റുകൾക്കിടയിൽ ആ ഹോട്ട് മെറ്റൽ ബില്ലറ്റ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ഭാഗത്തു നിന്ന് ഫോഴ്സ് കൊടുത്തു, ഒരു ഭാഗത്തു നിന്ന് പ്രഷർ കൊടുത്തു. ഫോഴ്സ് കൊടുത്തിട്ട് അത് രണ്ടും കൂടി അമർത്തും. 2 ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം ഫിക്സ് ആക്കി വെച്ച് മറ്റേ ഭാഗത്തുനിന്ന് ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ മെറ്റൽ ഇങ്ങനെ കംപ്രസ് ആവും അല്ലേ. മെറ്റൽ കംപ്രസ് ആകുമ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരും. ഹൈറ്റ് കുറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ ഇങ്ങനെ കൂടും. അപ്പോൾ ഇങ്ങനെ പരന്ന് വരും അത്. അപ്പോൾ പരന്ന് വരും എന്ന് പറയുമ്പോൾ അതിന് ഒരു പ്രത്യേക ഒരു ഷേപ്പൊന്നും അതിനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഓപ്പൺ ഡൈ ഫോർജിങ് എന്ന് വിളിക്കുന്നത്. ഓപ്പൺ ആണ് അല്ലേ. ഈ ഒരു എല്ലാ ഭാഗവും നോക്കും, ഇവിടെയൊക്കെ ഈ ഡൈയൊക്കെ ഇവിടെ ഓപ്പണാണ്. ഈ ഡൈ ഓപ്പണാണ്. ഒരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് തോന്നിയ രൂപത്തിലായിരിക്കും അതിൻ്റെ പ്രൊഡക്റ്റും വരിക. എന്നാൽ ഇത് ഇങ്ങനെ ചെറിയ വർക്കുകൾക്കൊക്കെ ഇത് പറ്റും. ചെറിയ അടിച്ച് പരത്താനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് പറ്റും. എന്നാലും ഇപ്പം നമുക്ക് വേറെ ഒരു പ്രത്യേക രൂപത്തിലുള്ളൊരു ഷേപ്പ് വേണമെന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഷേപ്പ് തന്നെ ഒരു പ്രൊഡക്റ്റ് വേണമെന്നൊക്കെ, ഇങ്ങനെയുള്ള ഷേപ്പ് തന്നെ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഓപ്പൺ ഡൈ ഫോർജിങ് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ആ ഒരു ഷേപ്പിലുള്ള ഡൈ ഉപയോഗിക്കേണ്ടി വരും. ഡൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ഡൈ ആണ്, അതേപോലെ ഇതൊരു ഡൈ ആണ്. ഡൈ എന്ന് വിളിക്കുന്നത് അച്ച് തന്നെയാണ് സംഭവം. അച്ച് പറഞ്ഞാൽ ഏത് ഷേപ്പാണ് നമുക്ക് വേണ്ടത് ആ സാധനത്തെ വിളിക്കുന്ന പേരാണ് ഡൈ. ഓക്കെ. അപ്പോൾ ഓപ്പൺ ഡൈ എന്ന് പറയുമ്പോൾ ഡൈ എന്താണ്, ഓപ്പൺ ആണ്, അതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. ഇനി അടുത്ത് ക്ലോസ്ഡ് ഡൈ ആണ്. ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വെച്ചാൽ ആ ഡൈയിൻ്റെ രൂപം നോക്കാം. ഇതൊരു ഡൈ ആണ്, ഇതൊരു ഡൈ ആണ്. ഓക്കെ. അങ്ങനെ ആ ഡൈയിൻ്റെ ഷേപ്പ് നോക്കട്ടോ. ഡൈ ഇതേപോലെ ഷേപ്പാണ്. ഒക്കെ ആ ഡൈ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഷേപ്പാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഈ ഡൈകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റൽ പീസിനെ കൊണ്ടുവന്ന് വെക്കുന്നു. ഹോട്ട് മെറ്റൽ പീസിനെ ഡൈകൾക്കിടയിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഡൈകൾക്കിടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ഭാഗത്തു നിന്ന് ഫോഴ്സ് കൊടുക്കുന്നു, പതുക്കെ ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് അതിനെ കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ കംപ്രസ് ചെയ്ത് കണ്ടോ, നമുക്ക് ഏത് ഷേപ്പിലുള്ള ഡൈ ആണ് കൊടുത്തിട്ടുള്ളത് അതേ ഷേപ്പിലുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഷേപ്പ് തന്നെയല്ല അതിന് കിട്ടിയിട്ടുള്ളത്, ഇതേ ഒരു ഷേപ്പാണ് അതിന് കിട്ടിയിട്ടുള്ളത്. ഏതാണോ ഉള്ളത് അതേ ഷേപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി അപ്പോൾ ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ് ഈസ് ആൾസോ നോൺ ആസ് ഫ്രീ ഫോർജിങ്. അതും കൂടി അതിനൊരു പേരുണ്ട് കേട്ടോ. ഫ്രീ ഫോർജിങ് എന്ന് പറഞ്ഞ പേരും കൂടിയുണ്ട്. ഫ്രീ ഫോർജിങ്. The piece of metal is deformed between multiple dies that do not enclose the metal entirely. ആ മെറ്റലിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും അത് എൻക്ലോസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന് ഫ്രീ ഫോർജിങ് എന്ന് വിളിക്കാനുള്ള കാരണം. The dies hammer and stamp the metal through a series of movements to alter its dimensions until the desired shape is achieved.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ് ഈസ് ആൾസോ റെഫേർഡ് ടു ആസ് ഇംപ്രഷൻ ഫോർജിങ്. അതിന് വേറൊരു പേരാണ് ഇംപ്രഷൻ ഫോർജിങ്. ഇറ്റ് യൂട്ടിലൈസസ് പ്രഷർ ടു കംപ്രസ് ദ മെറ്റൽ പീസ് ടു ഫിൽ ആൻ എൻക്ലോസ്ഡ് ഡൈ. ഒരു എൻക്ലോസ്ഡ് ഡൈ ആണ് അതിലുള്ളത്, ഒരു പ്രത്യേക ഷേപ്പിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ അതിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്ത് നിർത്തും. എ മീഡിയം ഫ്രീക്വൻസി ഇൻഡക്ഷൻ ഹീറ്റിംഗ് ഫർണസ് ഈസ് യൂസ്ഡ് ടു ഹീറ്റ് ദ മെറ്റൽ ടു സെറ്റ് ദ ഡിസൈഡ് ഷേപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷേപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തിട്ടും ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ആ പ്രോസസ്സാണ് ഇതൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി പ്രസ് ഫോർജിങ് ഉണ്ട്. പ്രസ് ഫോർജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ന്യൂമാറ്റിക് പ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈഡ്രോളിക് എക്യുപ്മെൻറ്റ് വെച്ചിട്ടോ മറ്റോ ഒക്കെ ഒരു പ്രസ് ചെയ്തിട്ടാണ് ഇവിടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതുവരെ മാനുവലോ അല്ലെങ്കിൽ മാനുവലായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ടോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളത് 2 ഡൈ ആണ്. ഇവിടെ ഒരു ഡൈ ഉണ്ട്, ഇതൊരു ഡൈ ആണ്, അതുപോലെ ഇത് മറ്റൊരു ഡൈ ആണ്. ആ ഡൈകൾക്കിടയിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർക്ക് പീസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വർക്ക് പീസ്, ഹോട്ട് മെറ്റൽ വർക്ക് പീസാണിത് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ളത്. ഇനി ആ മെറ്റൽ പീസിന് ആരാണ് പ്രസ് ചെയ്യുന്നത്? മെറ്റൽ പീസിന് പ്രസ് ചെയ്യുന്നത് ഇവിടെ പ്രസ് ഫോർജിങ്ങിന് വിളിക്കാനുള്ള കാരണം, മെഷീൻ ഫോർജിങ് വിളിക്കാനുള്ള കാരണം മാനുവലായിട്ടല്ല ചെയ്യുന്നത്, പുറമെ മറ്റെന്തെങ്കിലും ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അപ്പർ ഡൈ ഇതാണ് അപ്പർ ഡൈ, മുകളിൽ കൊടുത്തിട്ടുള്ളത് ഇത് അപ്പർ ഡൈയും ഇത് ലോവർ ഡൈ ആണ്. ഓക്കെ, സോ അപ്പോൾ ഈ അപ്പർ ഡൈ എന്നൊരു കണക്ഷൻ, ഒരു പിസ്റ്റൺ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇതാണ് അപ്പർ ഡൈ, ഒരു പിസ്റ്റൺ ഉണ്ടല്ലോ, ഇവിടെ ഒരു പിസ്റ്റണും, ഇത് പിസ്റ്റണും അതുപോലെ പുറമേ ഉള്ളത് സിലിണ്ടറുമാണ്. അപ്പോൾ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതിൽ നിന്ന് അപ്പർ ഡൈയിലോട്ട് ഈ പിസ്റ്റണിനോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഈ അപ്പർ ഡൈയിനെ താഴത്തോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കണ്ടേ. ആ മുകളിൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൗണ് എന്നെഴുതിയ ഭാഗം ഉണ്ടല്ലോ, ഞങ്ങൾ ഈ ഡൗണ് എന്നെഴുതിയ ഭാഗത്തു കൂടെ ഒരു എയറോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് പ്രഷറോ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് ഈ ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ വന്നിട്ട് പിസ്റ്റൻ്റെ മുകളിൽ പിടിച്ച് തള്ളും. എയർ, ഇപ്പോൾ കംപ്രസ്ഡ് എയറോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കംപ്രസ് ചെയ്ത പ്രഷറൈസ് ചെയ്ത എയറോ അല്ലെങ്കിൽ ഓയിലൊക്കെ അതിന് മുകളിലോട്ട് വരും. മുകളിലോട്ട് വന്നിട്ട് പിസ്റ്റണ് പിടിച്ച് താഴത്തോട്ട് താഴ്ത്തും. അത് താഴ്ത്തുമ്പോൾ ഇവിടെ എന്ത് നടക്കും, കംപ്രസിങ് നടക്കും. നമുക്ക് വേണ്ട ഒരു ഷേപ്പിലോട്ട് മാറ്റും. ഇതിനൊക്കെ കംപ്രസ് ചെയ്തതിന് ശേഷം ഇനി ഈ പ്രൊഡക്റ്റിനെ പുറത്തെടുക്കണ്ടേ. പ്രൊഡക്റ്റിനെ പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്പർ ഡൈനെ മുകളിലോട്ട് പൊന്തിക്കണം അല്ലേ. അപ്പോൾ അപ്പർ ഡൈനെ മുകളിലോട്ട് പൊന്തിക്കണം എന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് ആരെങ്കിലും മേലോട്ട് പിടിച്ച് വലിക്കണ്ടേ. മേലോട്ട് പിടിച്ച് എങ്ങനെയാണ് വലിക്കുന്നത്, ഈ അപ്പ് എന്നെഴുതിയൊരു ഭാഗം ഉണ്ടല്ലോ, അപ്പ് എന്നെഴുതിയ ഭാഗത്തു കൂടെ എയർ പ്രഷർ വരും. എയർ പ്രഷർ വന്ന് ഈ പിസ്റ്റണിനെ മുകളിലോട്ട് തള്ളും. അപ്പോൾ ഈ അപ്പർ ഡൈ മുകളിലോട്ട് പൊന്തും. അങ്ങനെ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ പുറത്തെടുക്കാൻ പറ്റും. അതാണ് പ്രസ് ഫോർജിങ് അല്ലെങ്കിൽ മെഷീൻ ഫോർജിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ 3 ടൈപ്പാണ് ഇവിടെ ടൈപ്സ് ഓഫ് ഫോർജിങ്ങിൽ നമ്മളിപ്പോൾ ഏതൊക്കെ പഠിച്ചു. ഓപ്പൺ ഡൈ ഫോർജിങ് പഠിച്ചു, അതിൻ്റെ വേറൊരു പേരാണ് ഫ്രീ ഫോർജിങ്. രണ്ടാമത് ക്ലോസ്ഡ് ഡൈ ഫോർജിങ്, അതിൻ്റെ വേറൊരു പേരാണ് ഇംപ്രഷൻ ഫോർജിങ്. പിന്നെ 4-ാമത്തത്
മൂന്നാമത്തേത് പ്രസ് ഫോർജിങ് അല്ലെങ്കിൽ മെഷീൻ ഫോർജിങ്. ആ 3 ഡിസ്കസ് ചെയ്തു. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.